അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പാഠം തർനീമത്തുൽ വലദി ഫിസ് സ്വബാഹി എന്നതാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു പദ്യമാണ്, ഒരു ബൈത്താണ് ആ പാഠം. എല്ലാവരും ശ്രദ്ധിക്കുക. കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നതും വായിക്കുന്നതും അർത്ഥങ്ങളുമൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുകയും നോട്ടുകളിൽ അത് എഴുതി വെക്കുകയും ചെയ്യണം എന്ന് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ആ പാഠം ആരംഭിക്കുകയാണ്. തർനീമത്തുൽ വലദി ഫിസ് സ്വബാഹി എന്നാണ് പാഠം. തർനീമത്ത് എന്ന് പറഞ്ഞാൽ പാട്ട്, കീർത്തനം എന്നൊക്കെയാണ് അർത്ഥം. പാട്ട് അല്ലേ, രാഗം, കീർത്തനം എന്നൊക്കെയാണ് തർനീമത്തിൻ്റെ അർത്ഥം കേട്ടോ. വലത് പറഞ്ഞ കുട്ടി, ആൺകുട്ടി. ഫിസ് സ്വബാഹി എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ. ഒരു കുട്ടിയുടെ പ്രഭാത സമയത്തുള്ള ഒരു പാട്ടാണ്. വലതിൻ്റെ ജമ്മലാർക്കും അറിയാലോ, ഔലാദ്. ആ പാട്ട് ഒരു പ്രാവശ്യം വായിക്കാൻ ശ്രദ്ധിക്കാം. അശ്റഖത്തി ശംസു വഖദ് വല്ലല്ലാനാമു ഹാരിബാ فالشكر لله الأحد شكرا عظيما واجبا ما أحسن النور أرى فيه الأمور باسما والطير تشدو ساحرا على العسون قائما ما أحسن النور البهي فيه أجد عاملا إني أود دائما ألا أكون خاملا والله قد آجرني من كل شر في الظلام شكرا له قد صانني شكرا له على الدوام. ഇതാണിപ്പോൾ നമ്മുടെ ആ പാട്ട്. ഇനി ഇൻഷാ അല്ലാഹ് അതിന് അർത്ഥം വെച്ച് തരാം. എല്ലാവരും അത് കേൾക്കുകയും അത് കൃത്യമായി നിങ്ങളുടെ നോട്ടിൽ അറിയാത്ത വാക്കുകളുടെ അർത്ഥം ജമ്മകൾ പറയുന്നുണ്ടെങ്കിൽ, അത് നുഫ്രതുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക. അശ്റഖത്തി ശംസു, സൂര്യൻ ഉദിച്ചു. അശ്റഖ എന്ന് പറഞ്ഞാൽ ഉദിച്ചു. അശ്റഖത്തി ശംസു, സൂര്യൻ ഉദിച്ചു അല്ലേ, അത് സൺ ഹാസ് റൈസൺ എന്നർത്ഥം. വഖദ് വല്ലല്ലാമു ഹാരിബ, വഖദ് വല്ല ഹാരിബ, അതൊരു പ്രയോഗമാണ് അറബിയിൽ. വല്ല ഹാരിബ എന്നാൽ പിന്തിരിഞ്ഞോടീന. വല്ല ഹാരിബ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞോടി. വല്ല പറഞ്ഞാൽ തിരിഞ്ഞുപോയി, ഹാരിബ ഓടുന്നവനായ നിലയിൽ നിന്നാ. അപ്പോൾ വഖദ് വല്ലല്ലാമു, ഇരുട്ട്. ലലാം എന്ന് പറഞ്ഞാൽ ഇരുട്ട്. വലാം ഇരുട്ട്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഇരുട്ടിൻ്റെ ഓപ്പോസിറ്റ് പ്രകാശം, നൂറ്. താഴെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലലാം ഇരുട്ട്, ഓപ്പോസിറ്റ് ലിദ് അല്ലേ, നൂറ് എന്നർത്ഥം. അപ്പോൾ വഖദ് വല്ല, നിശ്ചയം തിരിഞ്ഞോടി. അൽ വലാമു, ഏത്? ഇരുട്ട്. ഹാരിബൻ, ഓടുന്നവനായ നിലയിൽ പിന്തിരിഞ്ഞു പോയി. ഇരുട്ട് തിരിഞ്ഞു പോയി നിർത്തണം. പ്രകാശം വരുമ്പോൾ, സൂര്യൻ വരുമ്പോൾ പിന്നെ എന്ത് പോകും? ഇരുട്ട് പോകുമല്ലോ. അതാണ് ആ പറഞ്ഞത് കേട്ടോ. അശ്റഖത്തി ശംസു, സൂര്യൻ ഉദിച്ചു. വഖദ് വല്ലല്ലാമു, ഇരുട്ട് തിരിഞ്ഞു പോയി. ഹാരിബൻ, ഓടുന്നതായ നിലയിൽ. ഫശ്ശുക്കുറു ലില്ലാഹിൽ അഹദ്, ഫശ്ശുക്കുർ, അപ്പോൾ ശുക്ർ, നന്ദി അല്ലേ, നന്ദിയാവുന്നത് ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. അല്ലഹദ്, ഏകനായ. അല്ലഹദ്, ഏകനായ അള്ളാഹു. ഇപ്പം ഏകനായ അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും. ശുക്രൻ അളീമൻ വാജിബ, എങ്ങനത്തെ ശുക്ർ? ശുക്രൻ, ഒരു ശുക്ർ. അളീമൻ, വളരെ വലിയ ശുക്ർ, വലിയ വണ്ണമായ ശുക്ർ. വാജിബൻ, നിർബന്ധമായ ശുക്ർ. ഇപ്പം നിർബന്ധമായ, ഏറ്റവും വലിയ വണ്ണമായ നന്ദി അത് അള്ളാഹുവിനാകുന്നു, ഏകനാകുന്ന അള്ളാഹുവിനാകുന്നു. മാ അഹ്സനൻ നൂറ അറാ ഫീഹിൽ ഉമൂറു ബാസിമ. മാ അഹ്സനൻ നൂറ, മാ അഹ്സന, ഭംഗിയാക്കിയ വസ്തു എന്താണ്? നൂറ, പ്രകാശത്തിനെ. കാരണം സൂര്യൻ ഉദിച്ചാൽ പ്രകാശം വരും. അപ്പോൾ ഈ പ്രകാശത്തിനെ ഇത്ര ഭംഗിയാക്കിയ വസ്തു എന്താണ്? അല്ലെങ്കിൽ പ്രകാശത്തിന് എന്തൊരു ഭംഗിയാണ്? അറ, ഞാനിതാ അത് കാണുന്നു. മഹ്സനൻ നൂറ, നൂറെന്ന് പറഞ്ഞാൽ പ്രകാശം, ജംഅ് അൻവാർ അല്ലേ. അപ്പോൾ മഹ്സനൻ നൂറ, പ്രകാശത്തിന് എന്തൊരു ഭംഗിയാണ്? അറ, ഞാനതാ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഫീഹി, ആ പ്രകാശത്തിൽ. അൽ ഉമൂറു, കാര്യങ്ങളൊക്കെ. ബാസിമത്തുൻ, ഇങ്ങനെ പുഞ്ചിരിക്കുന്നതാണ്. അൽ ഉമൂർ, കാര്യങ്ങൾ. അംറിൻ്റെ ജം ആണ് ഉമൂർ. ഉമൂർ എന്ന വാക്ക് ജം ആണ്. അതിൻ്റെ മുഫ്രദ് അംർ എന്നാണ്. കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫീഹി, ആ പ്രകാശത്തിൽ. അൽ ഉമൂറു, കാര്യങ്ങളൊക്കെ. ബാസിമത്തുൻ, അതിങ്ങനെ പുഞ്ചിരിക്കുന്നതാണ്. ബാസിമത്ത് എന്നാൽ
പുഞ്ചിരിക്കുന്നത്. വത്വയ്റു തഷ്ദു സഹറ അലൽ ഉസൂനി ഖായിമ. വത്വയ്റു പക്ഷി, അറിയാലോ ത്വയ്ർ, ത്വയ്ർഞ്ഞ് അത്വയാർ അല്ലേ. ത്വയ്ർ മുഫ്രദായ പദമാണ്, അതിൻ്റെ ജംഅ് അത്വയാർ എന്നാണ്. അപ്പോൾ ത്വയ്ർ പക്ഷി, തഷ്ദു ഷദ യഷ്ദു എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക. അപ്പോൾ തഷ്ദു പക്ഷി പാട്ട് പാടുന്നു. സഹറൻ രാവിലെ സമയത്ത്, അത്തായ സമയം എന്ന് പറഞ്ഞാൽ ആ സുബൈ കഴിഞ്ഞ ഉടനെയുള്ള സമയം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അത്തായ സമയത്ത് സഹർ. അപ്പം അത്തായ സമയത്ത് ആ പക്ഷികളത് ആ പാട്ട് പാടുന്നു. അലൽ ഹുസൂനി കായിമ, അലൽ ഹുസൂനി കൊമ്പിൻ്റെ മുകളിൽ. ഹുസ്നിൻ ജമ്മാണ് ഹുസൂൻ, ഹുസ്നിൻ്റെ ജമ്മാണ് ഹുസൂൻ കൊമ്പുകൾ. അലൽ ഹുസൂനി കൊമ്പുകളുടെ മുകളിലിരുന്ന് കായിമൻ ഇരുന്നു കൊണ്ട്, കൊമ്പിൻ്റെ മുകളിൽ മരക്കൊമ്പുകളിൽ നിന്നുകൊണ്ട് പാട്ട് പാടുന്നു എന്നർത്ഥം. മാഹ്സനൻ നൂറൽ ബഹി ഫീഹി അജിദ്ദു ആമിന. മാഹ്സനൻ നൂറ, പ്രകാശത്തിന് എന്തൊരു ഭംഗിയാണ്, പ്രകാശത്തെ എത്ര ഭംഗിയാക്കിയ വസ്തു എന്താണ്. അൽ ബഹി, എങ്ങനത്തെ പ്രകാശം? അന്നൂർ അൽ ബഹി, വളരെ തിളങ്ങുന്നതായ ജ്വലിക്കുന്നതായ എന്നർത്ഥം. ബഹി തിളങ്ങുന്നത്, ജ്വലിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ ജ്വലിക്കുന്ന ഭംഗിയുള്ള ജ്വലിക്കുന്ന ഈ പ്രകാശത്തിന് എന്തൊരു ഭംഗിയാണ്. ഫീഹി, ആ പ്രകാശത്തിൽ, ആ പകൽ സമയത്ത് എന്നർത്ഥം. അജിദ്ദു, ഞാൻ പരിശ്രമിക്കും. ആമിലൻ, ഞാൻ തന്നെ അധ്വാനിക്കുന്നവനായ നിലയിൽ. അജിദ്ദു, ഞാൻ പരിശ്രമിക്കും. ആമിലൻ, ഞാൻ തന്നെ അധ്വാനിക്കുന്നവനായ നിലയിൽ. ഇന്നി അവദ്ദു ദായിമ, ഇന്നി നിശ്ചയം ഞാൻ അവദ്ദു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. ദായിമൻ, എപ്പോഴും. അവദ്ദു അല്ലേ, ഇഷ്ടപ്പെടുക. അഹബ്ബ എന്നതിൻ്റെ വേറൊരു അറബി വാക്കിലെ ഒഹിബു, ഇനി ഒഹിബു എന്ന് വേണമെങ്കിൽ പറയും. അതെ. അപ്പോൾ ഇന്നി അവദ്ദു, ഞാൻ ആഗ്രഹിക്കുന്നു. ദായിമൻ, എപ്പോഴും. അല്ല അക്കൂന ഖാമില, അല്ല അക്കൂന, ഞാൻ ആവാതിരിക്കാൻ. ഖാമിലൻ, മടിയൻ. ഖാമിൽ എന്ന് പറഞ്ഞാൽ കെസ്ലാൻ, വേറൊരു അറബി പദം. അപ്പോൾ ഖാമിലിൻ്റെ മുത്തറാദിഫ് എന്താണ്? കെസ്ലാൻ. അപ്പോൾ അല്ല അക്കൂന, ഞാൻ ആവാതിരിക്കാൻ, ഞാൻ ശ്രമിക്കുന്ന, എന്ത് ഇഷ്ടപ്പെടുന്നു, എന്താകാതിരിക്കാൻ. ഖാമിലൻ, മടിയനാവാതിരിക്കാൻ. കെസ്ലാൻ വേറെ അറബി വാക്കിട്ടോ, മുത്തറാദിഫുകൾ എഴുതി വെച്ചോളി. അപ്പോൾ അല്ല അക്കൂന ഖാമിലൻ, മടിയനാവാതിരിക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അള്ളാഹു ഖദ് അജാറനി, നിശ്ചയം എന്നെ സംരക്ഷിച്ചിരിക്കുന്നു. അള്ളാഹു ഖദ്, നിശ്ചയമായും, അജാറനി, എന്നെ സംരക്ഷിച്ചിരിക്കുന്നു. അജാറ യുജീറുന്ന ഫിയല്, എന്താർത്ഥം? സംരക്ഷിക്കുക. മീൻ കുല്ലി ഷെദ്ദിൻ, എല്ലാ തിന്മയെ തൊട്ടും. മീൻ കുല്ലി ഷെദ്ദിൻ, എല്ലാ തിന്മകളെ തൊട്ടും അള്ളാഹു എന്നെ സംരക്ഷിച്ചിരിക്കുന്നു. എവിടെയുള്ള തിന്മ? പ്രയാസം. ഫില്ലലാം, ഇരുട്ടിലുള്ള എല്ലാ ഷെറുകളും. ഷെറുഞ്ഞമ്മ അഷ്റാർ, ഷെറുഞ്ചമ്മ അഷ്റാർ. അപ്പോൾ ആ ഇരുട്ടിലുള്ള എല്ലാ തിന്മകളെ തൊട്ടും, എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും, പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു എന്നെ സംരക്ഷിച്ചിരിക്കുന്നു. ശുക്രൻ ലഹു, അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ഖദ് സ്വാനിനി, അവൻ എന്നെ സംരക്ഷിച്ചിരിക്കുന്നു. ഉണ്ടോ? അപ്പോൾ അജാറനി, സ്വാനിനി രണ്ടും മുത്തറാദിഫുകളാണ്. അജാറ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, കാക്കുക. അതേപോലെ തന്നെ സ്വാനനി, സ്വാന എന്ന ഫീല്, സ്വാന. അള്ളാഹു സംരക്ഷിച്ചു നീ എന്നെ. ശുക്രൻ ലഹു, ആ റബ്ബിനാണ്, ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അലദ്ദവാൻ, നിത്യം, എല്ലാ ദിവസവും ആ റബ്ബിനാണ് എല്ലാ സ്തുതിയും. ഇതാണ് നമ്മുടെ പാഠം. ഇൻഷാ അല്ലാഹ് പാഠം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും നിർബന്ധമായും എന്ത് ചെയ്യണം? അത് പഠിക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒറ്റ പ്രാവശ്യം വായിച്ച് അർത്ഥം വെക്കും ശ്രദ്ധിക്കുക. തർനീമത്തുൽ വലദി ഫി സബാഹി, പ്രഭാതത്തിലുള്ള കുട്ടിയുടെ പാട്ട്. അഷറഖത്തി ഷംസു, സൂര്യൻ ഉദിച്ചിരിക്കുന്നു. വഖദ് വല്ലല്ലാമു ഹാരിബ, ഇരുട്ടതാ പിന്തിരിഞ്ഞ് ഓടിയിരിക്കുന്നു. വശുക്കുർ ലില്ലാഹിൽ അഹദ്, ഏകനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ശുക്രൻ അദീമൻ വാജിബ, നിർബന്ധമായ ഏറ്റവും വലിയതായിരിക്കുന്ന നന്ദി, സ്തുതി. മാഹ്സനൻ നൂറ, പ്രകാശത്തിനെന്തൊരു ഭംഗിയാണ്. അറ, ഞാനിതാ കാണുന്നു. ഫീഹി, ആ പ്രകാശത്തിൽ, അൽ ഉമൂറു, കാര്യങ്ങളൊക്കെ, ബാസിമത്തുൻ, പുഞ്ചിരിക്കുന്നതാണ്. വത്വയ്റു തഷ്ദു, വത്വയ്റു പക്ഷി, തഷ്തു, അതിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. സഹറ, അത്തായ സമയത്ത്. അലൽ ഹുസൂനി, കൊമ്പിൻ്റെ മുകളിൽ ഖായിമ, ഇരുന്നിട്ടു. മാഹ്സനൻ നൂറൽ ബഹി, തിളങ്ങുന്ന പ്രകാശത്തിന് എന്തൊരു ഭംഗി. ഫീഹി, ആ പ്രകാശത്തിൽ, അജിദ്ദു, ഞാൻ പരിശ്രമിക്കും. ആമിലൻ, അധ്വാനിക്കുന്നവനായ നിലയിൽ. ഇന്നി, നിശ്ചയം ഞാൻ, അവദ്ദു, ആഗ്രഹിക്കുന്നു. ദായിമൻ, എല്ലാ സമയത്തും. അല്ല അക്കൂന ഖാമില, അല്ല അക്കൂന, ഞാൻ ആവാതിരിക്കാൻ. ഖാമിലൻ, മടിയനാവാതിരിക്കാൻ. അള്ളാഹു ഖദ് അജാറനി, അള്ളാഹു എന്നെ സംരക്ഷിച്ചിരിക്കുന്നു. മീൻ കുല്ലി ഷെദ്ദിൻ ഫിൽ അലാം, ഇരുട്ടിലുള്ള മുഴുവൻ
തിന്മകളിൽ നിന്നും അള്ളാഹു എന്നെ സംരക്ഷിച്ചിരിക്കുന്നു. ശുക്രൻ ലഹു, അപ്പോൾ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ഖദ്സ്വാനനി, നിശ്ചയം അവൻ എന്നെ സംരക്ഷിച്ചു. ശുക്രൻ ലഹു, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അലദ്ദവാം, നിത്യമായി അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പോൾ ഇതേപോലെ ഈ പാട്ട് നല്ല രീതിയിൽ അർത്ഥം വെച്ച് അതിലുള്ള വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പഠിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതി വെച്ച നോട്ട് കാണിച്ചു തരണം. അതേപോലെ ഇതിന് മുമ്പ് ഞാൻ വിട്ടു തന്ന ക്ലാസ് വർക്കും അതും എന്ത് ചെയ്യണം, നിർബന്ധമായും എല്ലാ കുട്ടികളും എഴുതി കാണിച്ചിരിക്കണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.